വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ അരുളുകദാസരിൽ പരമധികം പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. നമ്മുടെ ഇവരുടെയും തലകളെ ദൈവത്തിന് മുൻപാകെ നമുക്ക് വണക്കി സമർപ്പിക്കാം. തലമുറ തലമുറകളായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന തമ്പുരാനെ, ഇത്രത്തോളം അടിയങ്ങളെ വഴി നടത്തി കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനുമായി കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന സംഘത്തിന്മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അടിയങ്ങൾക്ക് പകർന്നു നൽകണമേ. അവിടുത്തെ തിരുവചനത്തെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഹൃദയവയലുകളിലെ നിക്ഷേപിക്കുവാനും നന്മകളെ കൊയ്തെടുക്കുവാനും ജനത്തിനും സമൂഹത്തിനും നന്മയ്ക്കായിട്ട് ഭവിക്കുവാനുമൊക്കെ ആയിത്തീരണമേ. കർത്താവേ, അടിയങ്ങളുടെ മേൽ അവിടുത്തെ കൃപ വർഷിക്കണമേ. ദൂരത്തും ചാരത്തുമായ പ്രിയപ്പെട്ടവരെ, പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. കരുണയോടെ അടിയങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കേട്ട് അവിടുന്ന് ഉത്തരമരുളണമേ. ആകാശം ചായച്ചിറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളത് വാങ്ങിപ്പോയ രംഭങ്ങളുടെ പർദീസയിലാക്കി തീർക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, വിശ്വാസ സമൂഹമേ, പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. പെൻഗ്വിനുകളെ പറ്റിയുള്ള പഠനങ്ങളാണ്. നല്ല തണുത്ത ശൈത്യമേറിയ നാടുകളിൽ വസിക്കുന്നതായ ഈ പെൻഗ്വിനുകൾ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരൊരു കൂട്ടമായിട്ട് മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ അവയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ചെന്നപ്പോൾ മലമുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം പെൻഗ്വിനുകളെ കാണുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് ആ മനുഷ്യൻ നോക്കുമ്പോൾ ഈ കൂട്ടത്തോട് സഞ്ചരിക്കുന്ന പെൻഗ്വിനുകളിൽ നിന്ന് ഒരെണ്ണം തിരികെ മലമുകളിലേക്ക് സഞ്ചരിക്കുന്നതായി കാണുന്നു. സമുദ്രത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത് അവർക്ക് ആവശ്യമായ മത്സ്യവും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ളൊരു കംഫോർട്ട് സോണാണെങ്കിൽ, യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു തലത്തിലേക്കാണ് ആ ഒരു പെൻഗ്വിൻ മാത്രം യാത്ര ചെയ്തത്. പല ചിന്തകന്മാർ അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നു. അതിലെനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ചിന്ത എങ്ങനെയാണ്, സമൂഹം മുഴുവനും ഒരു വഴിയിൽ പോകുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ ഒരു മനുഷ്യന് തയ്യാറാകുന്നതിനെ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വേറിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, നദിയിൽ നീന്തുമ്പോൾ ഒഴുക്കിനനുസരിച്ചങ്ങ് പോകണം. പക്ഷെ അതിന് പകരം ഒഴുക്കിനെതിരെ സഞ്ചരിക്കുവാനായിട്ട് നമ്മൾ ആരെയും പഠിപ്പിക്കാറുണ്ടോ? പരിശുദ്ധനായ ഗീവർഗീസ് സഹദയുടെ മാധ്യസ്ഥത്താൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, ഈ പുണ്യഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട ഒന്നാമത്തെ ചിന്ത, സമൂഹത്തോട് കൂടി ഓടിയ ഒരാളല്ല, പൊതുവിൻ്റെ തീരുമാനത്തോടു കൂടി പോയ ഒരാളല്ല, വേറിട്ട ചിന്തകളോടുകൂടി ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. AD 300-കളിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടേതായ പീഡനങ്ങളിൽ ക്രിസ്തീയ സഭ വേദനിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ക്രിസ്തുവിനെതിരായി സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അതിനു പകരം തൻ്റെ ക്രിസ്തു മാത്രം മതി എന്ന് ഏറ്റുപറഞ്ഞ ഒരു വിശ്വാസ പോരാളിയുടെ ജീവിതമാണല്ലോ പരിശുദ്ധ ഗീവർഗീസ് സഹദ നമുക്ക് വരച്ച് കാണിക്കുന്നത്. ചക്രങ്ങളുടെ ഇടയിലൂടെ തൻ്റെ ശരീരം വേദനിക്കുമ്പോഴും
വിഷം കൊടുത്ത് കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോഴും മറ്റു പ്രലോഭനങ്ങളെല്ലാം നൽകുമ്പോഴും അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ക്രിസ്തു മതി, അവനിലുള്ള വിശ്വാസം മതി, അവനിലൂടെ ലഭിക്കുന്ന ആശ്വാസം മതി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് ആ പരിശുദ്ധന് സാധ്യമാകുന്നു. പ്രിയമുള്ളവരെയും, നമ്മൾ ഓരോരുത്തരോടും അദ്ദേഹം പറയുന്നതും ഇതുതന്നെയാണ്. ഈ ലോകം പലതും നിങ്ങളുടെ മുൻപിൽ വെച്ച് നീട്ടും. പലരും നിങ്ങളെ പ്രലോഭിക്കും, നിങ്ങളെ തള്ളിയിടും. പക്ഷെ അവിടെയൊന്നും നിങ്ങൾ വീണു പോകാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പൂർണ്ണമായ ഒരു മനുഷ്യനായി തീരണം. സഹദ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് രക്തസാക്ഷിത്വം വഹിച്ച ഒരുവൻ എന്നുള്ളതാണല്ലോ. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത ഒരുവൻ. ഓരോ സഹദായെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ജീവനേക്കാൾ ജീവദാതാവിനെ സ്നേഹിച്ച ഒരാളാണ് സഹദ. സ്വന്തം ജീവിതത്തെക്കാൾ, സ്വന്തം പ്രാണനേക്കാൾ ജീവദാതാവിനെ, സ്രഷ്ടാവിലേക്ക് നോക്കിയവരാണ് ഓരോ സഹദയന്മാരും. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്കും ആയിരിക്കുവാനായി സാധിക്കട്ടെ. നല്ല മാതൃകകളെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. വേദപുസ്തകമുള്ള എല്ലാവരും അത് എടുത്ത് വായിച്ചു നോക്കുക. അനന്തരം യോസഫിൻ്റെ മകനായ മനീഷയുടെ കുടുംബങ്ങളിൽ മനീഷയുടെ മകനായ മാഹീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ കേഫറിൻ്റെ മകനായ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് യോസഫിൻ്റെ തലമുറയിൽ, മനേഷ്യയുടെ തലമുറയിൽ സെലോഫഹാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ 5 പുത്രിമാരും. പഞ്ചഗ്രന്ഥങ്ങളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ, മിസ്രൈമ്യ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത ദൈവ തിരുമുൻപാകെ കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ മോശ എന്ന വലിയ വിമോചകനെ അവർക്ക് അയച്ചു കൊടുക്കുകയും ഫറവോന്റെ കൈകളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം. അതിനുശേഷം മരുഭൂമിയിലൂടെ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള ആ യാത്ര, മരുഭൂമി യാത്ര വളരെ ക്ലേശകരമെങ്കിലും ദൈവ സാന്നിധ്യം അവരോടൊപ്പം എന്നാളും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളാണല്ലോ അവിടെ വെളിപ്പെടുത്തി നമുക്ക് തരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ യാത്ര ചെയ്യുന്ന ഒരു വേളയിൽ സംഖ്യാപുസ്തകം 25 അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോഴും 26 അധ്യായത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഷിത്തീമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായി പാപം ചെയ്ത് ഈ ജനത്തിനു മുഴുവൻ ബാധ ഏൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ബാധ ഏൽക്കുന്നതായ ഈ ജനത്തിന് ശേഷം 26 അധ്യായം 1 വാക്യത്തിൽ ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹറോന്റെ മകൻ എലിയാസാറിനോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ ജനത്തിൻ്റെയും, ഓരോ ഗോത്രത്തിൻ്റെയും, ഓരോ കുടുംബത്തിൻ്റെയും കണക്ക് നിങ്ങൾ എടുക്കണം, സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ കണക്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, വാഗ്ദത്ത നാട്ടിലേക്ക്, കനാൻ ദേശത്തിലേക്ക് ഇവർ യാത്രയായി പോകുമ്പോൾ അവരെ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന അവരുടെ അവകാശം വിഭജിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ കണക്ക് എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കണക്കെടുത്ത് ഓരോ വീടിനും, ഓരോ ഗോത്രത്തിനും, ഓരോ കുടുംബത്തിനും ആവശ്യമായ കണക്കുകൾ എടുത്ത് കൊടുക്കുക എന്നുള്ള ചുമതല അവർക്ക് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണല്ലോ. നമ്മളും കുടുംബത്തിലെ സ്വത്തൊക്കെ അല്ലേ നമുക്ക് ലഭിക്കുമ്പോൾ അധികം സന്തോഷത്തിലേക്ക് വരാറുണ്ട്. ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും ഇത് സന്തോഷത്തിൻ്റെ വാർത്തയായിരുന്നെങ്കിൽ ഈ 5 മക്കളുടെ, ഈ 5 പുത്രിമാരുടെ കുടുംബത്തിൽ അതത്ര സന്തോഷകരം ആയിരുന്നില്ല. എന്തെന്നാൽ ഇവരുടെ ഈ നിയമത്തിൽ, ഈ സെൻസസ് എടുക്കുമ്പോൾ, ഈ കണക്കെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഓരോ കുടുംബത്തിൻ്റെയും,
ഓരോ ഗോത്രത്തിൻ്റെയും ഉള്ളിൽ ഒരു പുരുഷ പ്രജ ഉണ്ടായിരിക്കണം. ആ പുരുഷ പ്രജയുടെ കണക്കനുസരിച്ച് വേണം ഇങ്ങനൊരു കുടുംബത്തിൻ്റെ കണക്കെടുക്കുവാനെന്ന് പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സെലോഫഹാദിൻ്റെ പുത്രിയുടെ കുടുംബത്തിൽ, അവരുടെ കുടുംബത്തിൽ മാത്രം ഇതൊരു പ്രയാസമായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ, ഈ സംഖ്യാപുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, സെലോഫഹാദ് സ്വന്തം പാപത്താൽ മരിച്ച് പോകുകയാണ്. ഇവർക്ക് അമ്മയില്ല, അതിനുശേഷം അവർക്ക് സഹോദരങ്ങളില്ല എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ സെലോഫഹാദിൻ്റെ 5 പുത്രിമാരുടെ ഈ കുടുംബത്തിൽ മാത്രം പുരുഷ പ്രജ ഇല്ല. ബാക്കി എല്ലാവർക്കും ഇതൊരു സന്തോഷത്തിൻ്റെ കണക്കെടുപ്പായിരുന്നെങ്കിൽ ഈ 5 മക്കൾക്ക് അത് വ്യസനത്തിൻ്റെ, വേദനയുടെ, നിരാശയുടെ, പ്രയാസപ്പെടുത്തലിൻ്റെ ഒക്കെ കാരണമായിട്ട് ഭവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്നതായ അനീതിയുടെയും നമ്മൾ നേരിടുന്നതായ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ കണക്ക് നമ്മൾ എടുക്കേണ്ടതായ ഒരു ദിവസമാണിത്. നമ്മളിങ്ങനെ വളരെ രസകരമായി ജീവിതം മുൻപോട്ട് നീക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ചൂടേറിയ അനുഭവം നമുക്ക് വരുന്നത്. നമുക്കറിയാം, മരുഭൂമിയിലൂടെയുള്ള ഇവരുടെ യാത്ര അത്ര രസകരമല്ല. പ്രത്യേകിച്ച് ഈ മക്കളുടെ ജീവിതം നോക്കുമ്പോൾ മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിൽ കുറച്ചുകൂടെ ചൂട് കൊടുക്കുന്നത് പോലെ അവർക്ക് ഒരു അനാഥത്വം പേറുകയാണ്. അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യൻ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. ആരും കൂടെ ഇല്ലാത്ത ഒരു നിമിഷം, അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുവാൻ ആരും മെനക്കെടാത്ത ഒരു നിമിഷത്തിലൂടെ ആ 5 മക്കൾ കടന്നു പോവുകയാണ്. ഈ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ, ഈ നിരാശയുടെ കാലഘട്ടത്തിൽ ഈ മക്കൾ എങ്ങനെ ഈ സംഭവത്തോട് പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുന്നത്. എങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഈ പ്രശ്നത്തോട് പ്രതികരിച്ചു? ഒന്നാമതായിട്ട് അവർ ചെയ്തത്, അവർ സമാഗമന കൂടാരത്തെ അഭയം ചൊല്ലി എന്നുള്ളതാണ്. They approached the tabernacle on the right time. 27-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലിയാസാർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെ മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഒന്നാമതായി അവർ ചെയ്തത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഓടി എത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള പ്രയാസത്തിൻ്റെ കാലഘട്ടങ്ങൾ കടന്നു വരുന്നതിന് ഒട്ടും താമസമില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയാമോ, നിങ്ങളുടെ ജീവിതം ഒരു നേർരേഖ പോലെ ആയിരുന്നു എന്ന്? ഇത്രയും നാളും 50, 60, 70 വർഷം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ വളരെ സന്തോഷകരമായ ഒരു നേർരേഖ പോലായിരുന്നു എൻ്റെ ജീവിതമെന്ന് പറയുന്ന ഒരു മനുഷ്യനെങ്കിലും നമുക്ക് കാണിച്ചു തരുവാനായിട്ട് സാധ്യമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതമെല്ലാം വളരെയധികം കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉള്ളതാണ്. കഷ്ടതകളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞതായ ഒരു ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പ്രിയമുള്ളവരെ, ഈ മക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ശക്തിക്കപ്പുറമായ കഷ്ടപ്പാടുകളിലേക്ക് നീ വീണു പോവുകയാണെങ്കിൽ, നിന്നെ ഈ ലോകം മുഴുവനും കുറ്റക്കാരൻ എന്ന് തള്ളി പറയുകയാണെങ്കിൽ, അടിച്ചമർത്തുകയാണെങ്കിൽ, നിന്നോട് അനീതിയോടുകൂടി ഇവർ പെരുമാറുകയാണെങ്കിൽ, നീ ആദ്യമേ ചെയ്യേണ്ടത് നിന്റെ ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളതാണ്. എന്തിനാണ്? നിന്റെ ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നീ എത്തിച്ചേരുക. ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കും. അവിടെ ഒരു നീക്കുപോക്ക് നമ്മുടെ കർത്താവ് ഉറപ്പായിട്ടും നൽകും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വലിയ വാഗ്ദാനമാണ്. അവൻ്റെ മേൽ നമ്മുടെ ചുമടുകളെ വെക്കുവാനുള്ള വലിയ ഒരു അത്താണിയായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിന് ഈ ലോകത്തെ ഭയപ്പെട്ട് ഓടി പോകണം? ഒന്നാമതായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവസന്നിധിയിലേക്ക് ഓടി വരിക.
അവൻ്റെ ആരാധനയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ അപേക്ഷകളെ സമർപ്പിച്ചു കഴിയുമ്പോൾ ആകാശം ചായച്ചിറങ്ങി വന്ന് അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യും. നമ്മുടെ തലമുറകളോട് ഉറപ്പായും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വലിയൊരു സന്ദേശം ഇതാണ്: നീ ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ നിന്നെ കാത്തുകൊള്ളും. നീ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ നിന്നെ കാത്തുകൊള്ളും എന്നുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് പരീക്ഷയിൽ തോറ്റാൽ, ജീവിതത്തിൽ ബിസിനസ് തകർന്നാൽ നമ്മളൊരു എസ്കേപ്പ് മോഡ് തിരഞ്ഞെടുക്കും. അതിനൊരു ഓമന പേരിട്ട് വിളിക്കും ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. ഈ ലോകത്തിൽ നിന്ന് ഓടി ഒളിക്കുക എന്നുള്ളതാണ് പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം: മകനെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അത് ഇന്ന് പെട്ടെന്നുണ്ടായി വന്നതല്ല. ഞങ്ങളും ഇതുപോലെ കഷ്ടതകൾ സഹിച്ചു. ഞങ്ങളുടെ വേദനകളുടെ ജീവിതത്തിൻ്റെ നടുവിൽ കർത്താവ് ഞങ്ങൾക്ക് കരം നീട്ടി തന്നു. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടത്തിലും നിങ്ങൾ കർത്താവിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി ഉയർത്തുക. അവനിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ പരീക്ഷയിൽ പെട്ടെന്ന് തോറ്റു, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ പ്രയാസമൊക്കെ ഉണ്ടായി. ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടണമെന്ന് കരുതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, മാറിപ്പോവുകയാണെങ്കിൽ, അടുത്ത ദിവസം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നാൽ അതിനെ അനുഭവിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയാതെ പോകും. ഇന്ന് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. പൂർണ്ണമായിട്ട് അവനിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവൻ്റെ കൃപ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും പഠിപ്പിക്കണം. ഇന്നത്തെ തലമുറകളിൽ കണ്ടുവരുന്നത് അപ്പനമ്മമാർക്ക് മക്കളെ പേടിയാണ്. അവരോട് നോ എന്ന് പറയാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഇടയ്ക്കിരുന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അപ്പനമ്മമാർ അവർ ചെറുപ്പത്തിൽ അവരുടെ മാതാപിതാക്കളെ ഭയപ്പെട്ടു. പിന്നീട് അവരുടെ കുടുംബജീവിതത്തിൽ ചിലരെയൊക്കെ ഭയപ്പെടുന്നു. ഇന്ന് അവരുടെ മക്കളെ ഭയമാണ്. അവരോട് നോ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നല്ല ഉപദേശങ്ങളെ അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വാമി വിവേകാനന്ദ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്ത ചില ഉപദേശങ്ങളുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം നീ വിശുദ്ധനായി ജീവിക്കണം എന്നുള്ളതാണ്. നീ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്കൊരു വിശുദ്ധി ഉണ്ടായിരിക്കണം, ഒരു ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൻ്റെ അകൃത്യം നിന്നിൽ പിടിപെട്ടു പോകരുത്. രണ്ടാമതായിട്ട് ആ അമ്മ പഠിപ്പിക്കുന്നത് നീ വൃത്തിയുള്ള ജീവിതം നയിക്കണം എന്നുള്ളതാണ്. കുളിച്ച് വൃത്തിയുള്ളവരായിരിക്കണമെന്ന് മാത്രമല്ല കേട്ടോ, നമ്മളായിരിക്കുന്ന ഇടങ്ങളൊക്കെ, നമ്മൾ സംസാരിക്കുന്ന രീതികളൊക്കെ, നമ്മൾ ആരോട് സംവേദിക്കുന്നു, ഇടപെടുന്നു, അതിനൊക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം, ഒരു വൃത്തിയുള്ള ഒരു ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം, ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ആ അമ്മ പഠിപ്പിക്കുകയാണ് അന്യരെ ബഹുമാനിക്കുവാനായിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. നമുക്കറിയാം, പ്രായമുള്ള തല നിറച്ച ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. മുണ്ടൊക്കെ എടുത്തവരാണ് എന്ത് ചെയ്യും? മുണ്ടിങ്ങനെ അല്ലേ അഴിച്ച് ഇട്ട് ബഹുമാനിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ബഹുമാനിക്കുന്നത്? ഈ മനുഷ്യൻ ഒരു PhD കാരനായോണ്ടോ വലിയ ധനികനായതുകൊണ്ടോ ഒന്നുമല്ല. 50-60 വർഷത്തോളം ഈ ലോകത്തിൽ ജീവിക്കുന്ന വഴിയായിട്ട് ഓരോ മനുഷ്യൻ്റെ അനുഭവങ്ങൾ അവന് വലിയ പാഠപുസ്തകങ്ങളായിട്ട് മാറുകയാണ്. അവൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അത് ആദരിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. ഒരു കുഞ്ഞു കുട്ടി മുതൽ വലിയ ആളുകളെ വരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ആരാധനയിൽ കണ്ടിട്ടുണ്ടല്ലോ, ധൂപാർപ്പണം നടത്തുമ്പോൾ പുരോഹിതനാണെങ്കിൽ പോലും പുരോഹിതൻ വന്ന് ഓരോ വ്യക്തിയെയും വീശി അവന് മുമ്പാകെ തല വണക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്.
നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും ധൂപാർപ്പണം അർപ്പിക്കുമ്പോഴും എന്ത് ചെയ്യുന്നത്? ഓരോരുത്തരെയും വണങ്ങി പോകുന്നത്. അപ്പോൾ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ തലമുറകളെ ദൈവാശ്രയ ബോധത്തിൽ വളർത്തുവാൻ പഠിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ സെലോഫഹാദ് എന്ന ഈ മനുഷ്യനും തൻ്റെ മക്കളെ അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കുറേ പേരുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ദൈവാശ്രയ ബോധത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് വെച്ച് തന്നെയാവും. മഹ്ള എന്നാൽ ഫൊർഗീവൻ എന്നും, ക്ഷമിക്കപ്പെട്ടവൾ. ഹൊഗ്ല എന്നാൽ സർക്കിളിംഗ് എന്നൊക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ദൈവബന്ധവുമായിട്ടിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അവർക്ക് പേരിടുകയാണ്. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടും. ഗ്ലോറി, മഹത്വം, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞല്ലേ. നമ്മൾ അവർക്ക് പേരിട്ടാൽ മാത്രം പോരാ, അവരെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടി അണയുവാനായിട്ട് നമ്മൾ പഠിക്കണം. അതുതന്നെയാണ് ഈ മക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ ഈ കുഞ്ഞുങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദേവാലയത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. സ്വയം ന്യായീകരിക്കാതെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. 3-ാം വാക്യത്തിൽ അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലയാസാർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെ മുമ്പാകെ നിന്ന് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരകിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അവൻ സ്വന്തം പാപത്തിലാണ് മരിച്ചുപോയത്. അവൻ സ്വന്തം പാപത്തിൽ മരിച്ചുപോയി. ഈ വേദഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അവർ ദേവാലയത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയും പുരോഹിതൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തിട്ട് ഏറ്റുപറയുന്നതായ കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ അപ്പൻ കോരഹിനോട് കൂടി പാപം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അപ്പൻ സ്വന്തം പാപത്തിലാണ് മരിച്ച് വീണത്. നമ്മളെല്ലാവരെയും ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യേണ്ടതായ നിമിഷമാണിത്. നമ്മളിതേ അവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ പള്ളിയിൽ വന്നാൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? അച്ഛനോട് നമ്മൾ ഡിമാൻഡ് ചെയ്യും, ഞാൻ ഇന്ന സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചില്ലേ? എൻ്റെ പിതാക്കന്മാർ മുതൽ ഈ ദേവാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെ നമ്മുടെ മേന്മകളൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നതായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ മക്കൾ സ്വയം നീതീകരിക്കാതെ അവരുടെ പാപത്തെ ഏറ്റുപറയുന്നതായിട്ട് കാണുന്നു. ദേ കൺഫസ്ഡ് ദെയർ സിൻസ്. അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. എന്താണ് ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്? അവരുടെ അപ്പൻ കോരഹിനോട് കൂടിയവരോടൊപ്പം പാപം ചെയ്തില്ല. എന്താണ് കോരഹ് ചെയ്തതായ പാപം? സംഖ്യാപുസ്തകം 16-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കോരഹും കൂട്ടരും അഹറോനും മോശയ്ക്കും എതിരായി, അവരുടെ പൗരോഹിത്യത്തിനെതിരായിട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട്. അവർക്ക് പൗരോഹിത്യത്തിനെതിരായി നിന്നുകൊണ്ട് ധൂപകലശം കാട്ടുവാനായി ദൈവസന്നിധിയിലേക്ക് പോകുന്നതായി കാണുന്നു. അങ്ങനെ ധൂപകലശം കാട്ടുവാനായി കോരഹും അവൻ്റെ കൂട്ടരും ചെല്ലുമ്പോൾ കർത്താവ് അവരോട് കോപിച്ചിട്ട്, യഹോവയാം ദൈവം അവരോട് കോപിച്ചിട്ട് ഭൂമി പിളർന്ന് അവരതിലേക്ക് വീണു പോകുകയാണ്. ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിനെതിരെ സംസാരിക്കുന്ന ഓരോവരും അതിൽ വീണു പോകുമെന്നുള്ള വലിയ സന്ദേശം അവിടെ നൽകുകയാണ്. രണ്ടാമതായിട്ട് ഈ മക്കൾ പറയുന്നത്, ഞങ്ങളുടെ അപ്പൻ സ്വന്തം പാപത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ്. എന്താണ് അവരുടെ അപ്പൻ ചെയ്ത സ്വന്തം പാപം? സംഖ്യാപുസ്തകം 13-ാം അധ്യായം 14-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ വലിയ ഒരു യാത്രയിലാണ്. കനാൻ ദേശത്തിലേക്കുള്ള, അവരുടെ പ്രോമിസ്ഡ് ലാൻഡിലേക്കുള്ള, വാഗ്ദത്ത നാട്ടിലേക്കുള്ള വലിയ ഒരു യാത്ര. അങ്ങനെ യാത്രയുടെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത്
യഹോവയാം ദൈവം മോശയോടും അഹറോനോടും പറയുകയാണ്, ഈ കനാൻ ദേശം ഒന്ന് ഒറ്റുനോക്കുവാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രതിനിധിയെ, അതായത് 12 പേരെ നിങ്ങൾ അയക്കണം. ആ നാടിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം, ഒന്നറിഞ്ഞ് അതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഇവിടെ എത്തിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ 12 ഗോത്രത്തിൽ നിന്നും ഓരോ പ്രതിനിധികൾ കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് ചെല്ലുകയാണ്. അവരവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് അനാഖ്യ മല്ലന്മാരുടെ ഒരു നാട്, മല്ലന്മാരാൽ നിറയപ്പെട്ട ഒരു നാട്, മറ്റ് ജാതികളുള്ളതായ ഒരു ദേശം. അവിടെ നമുക്ക് അവരെ തോൽപ്പിക്കുവാനായി സാധിക്കത്തില്ല എന്ന് ഈ അയച്ച പ്രതിനിധികൾ മനസ്സിലാക്കുന്നു. അവരോടി തിരികെ എത്തുകയും മോശയോടും അഹറോനോടും ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അതിൽ 10 പേര് പറഞ്ഞു, നമുക്കൊരിക്കലും അവിടെ തിരികെ എത്തുവാനോ നമ്മുടെ ദേശത്തെ തിരികെ പിടിക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. കാരണം അവിടെ മല്ലന്മാരുടെ നാടാണ്. അവിടെ ചെന്നാൽ നമ്മളെ സഹായിക്കുവാനായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല, നമ്മൾ ഉറപ്പായിട്ടും പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. 10 പേര് നെഗറ്റീവ് റിപ്പോർട്ട് നൽകിയപ്പോൾ 2 പേര് വേറെ ഒരു റിപ്പോർട്ടാണ് നൽകിയത്, യോശുവയും കാലേബും. അവർ പറഞ്ഞു, ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും നമുക്ക് ആ ദേശം അവകാശമായി ലഭിക്കും. ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും ആ ദേശം നമുക്ക് അവകാശമായി ലഭിക്കും. എന്താണ് യോശുവയ്ക്കും കാലേബിന് ഇത്ര ഉറപ്പ്? പഴയ നിയമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ പിൻഭാഗത്തിലേക്ക് നമ്മൾ ഓടിപ്പോകുമ്പോൾ നമുക്ക് വ്യക്തമായ ധാരണയുണ്ടല്ലോ. മിസ്രൈമിൽ കഷ്ടതകളും ക്ലേശതകളും ദുഃഖങ്ങളും പ്രയാസത്തിലും പ്രതിസന്ധികളുമായി വലഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനം, അവർ കരഞ്ഞപേക്ഷിച്ചപ്പോൾ ആകാശം ചായച്ചവരുടെ പ്രാർത്ഥനകളെ കേട്ട ഒരു ദൈവമുണ്ട് അവർക്ക്. അവരെ വിമോചിക്കുവാനായിട്ട്, അവരെ രക്ഷിക്കുവാനായിട്ട് മോശ എന്ന ഒരു വിമോചകനെ അവർക്ക് അയച്ചു കൊടുത്ത ഒരു ദൈവം. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പല രീതികളിലൂടെ അവരെ സംരക്ഷിച്ചു കൊണ്ടുവന്നൊരു ദൈവം. അവരിങ്ങനെ രക്ഷിക്കപ്പെട്ട് യാത്ര ചെയ്തു വരുമ്പോൾ മുൻപിൽ കടൽ, പിറകിൽ ഫറവോന്റെ സൈന്യം. ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് ഒരു നിശ്ചയമില്ലാതെ അവർ പകച്ചു നിൽക്കുന്നതായ വേളയിൽ അവർ കാണുകയാണ്, ഈ കടൽ 2 മതിലായിട്ട് നിൽക്കുക. ഉണങ്ങിയ നിലം, അതിലൂടെ ഇവർ സഞ്ചരിച്ചു പോകുന്നു. അവർ പുറകിൽ വന്നതായ സൈന്യമോ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഇവരുടെയൊക്കെ അവരെ സംരക്ഷിച്ച ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം അവർ പലപ്പോഴും മറന്നു പോകുന്നതായി നമ്മൾ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുകയാണ്. വീണ്ടും ആ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി അവരോടൊപ്പം നടന്ന ഒരു ദൈവത്തെ അവർ മറന്നുപോയി. അവർക്ക് ദാഹിച്ചപ്പോൾ ജലം, അവർ വിശന്നപ്പോൾ മഞ്ഞയും കാടപക്ഷിയും കൊടുത്തൊരു ദൈവം. അവരെയൊക്കെ മറന്നുപോകുന്ന ഒരു മനുഷ്യരായിട്ട് അവർ മാറ്റപ്പെടുകയാണ്. ഇങ്ങനെ ഒരിക്കൽ കൂടെ പറയുകയാണ്, അവരുടെ കൂടെ നടന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിസ്മരിച്ചു പോകുന്ന ഒരു ദൈവികമായ കൃപയുണ്ട്. കർത്താവ് നമുക്ക് നൽകിയതായ ഒരു അനുഗ്രഹമുണ്ട്, തലമുറകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അനുഗ്രഹം. അതിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കരുത്. എവിടെയൊക്കെ എങ്കിലും നമ്മൾ വീണുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാനായിട്ടുള്ള ഒരാഹ്വാനമാണ് ഈ പരിശുദ്ധന്റെ പെരുന്നാൾ. എത്രമാത്രം വേദനിപ്പിച്ചിട്ടും എത്രമാത്രം പ്രലോഭനങ്ങൾ കൊടുത്തിട്ടും ഈ പരിശുദ്ധൻ അവന്റെ ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് ഇടയായില്ല. ആ ഒരു തരത്തിലേക്ക് നമ്മളുടെ വിശ്വാസം വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇവിടെ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളത് അത് വലിയൊരു ശുശ്രൂഷയാണ്. കുംഭസാരം എന്ന് പറയുന്ന വലിയ ഒരു ശുശ്രൂഷ, വലിയൊരു കുദാശ പരിശുദ്ധ സഭയായിട്ട് ദൈവമായിട്ട് നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ബിബിനച്ചൻ ഇവിടെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണല്ലോ, വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു പ്രതികരണമാണ്, ഞാനെന്തോ
പാപം ചെയ്തിട്ടാണ്. ഞാൻ എന്തോ പാപം ചെയ്തിട്ടാച്ചാ, ഞാൻ കൊലപാതകം ചെയ്തോ, ഞാൻ എന്തോ പാപം ചെയ്തിട്ടാച്ചാ ഞാൻ കുമ്പസരിക്കുന്നത്. അച്ഛാന്നും ഇല്ല, ഈ ജനങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിക്കരുതെന്ന് വിനീതമായിട്ട് എന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ സിൻസിയറായിട്ട് കുമ്പസരിക്കുന്ന മനുഷ്യർ നമ്മുടെ സഭയിലുണ്ട്. ആത്മാർത്ഥമായിട്ട് ഹൃദയം നുറങ്ങി കുമ്പസരിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ വിശ്വാസം അവർ തകർത്ത് കളയരുത്. എന്താണ് കുമ്പസാരത്തിലൂടെ സാധ്യമാകുന്നത്? പിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള കൃപ നമ്മളിലേക്ക് വർഷിക്കുന്നത് അതൊരു അരുവി കണക്കെയാണ്. അരുവിയിൽ ഇങ്ങനെ വെള്ളം വളരെ സുഗമമായിട്ട് ഇങ്ങനെ ഒഴുകി വരുമല്ലോ, അതുപോലെയാണ് കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ അരുവിയിൽ മാലിന്യങ്ങൾ നിറഞ്ഞാൽ ഈ ഒഴുക്ക് സാധ്യമാകുമോ? ഒഴുകും, പക്ഷെങ്കിൽ അത്ര ഈസി ആയിട്ട് വരത്തില്ല. ഈ മാലിന്യത്തെ മാറ്റിക്കളയുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുമ്പസാരം. ഈ അരുവിയിൽ നിന്ന് മാലിന്യത്തെ മാറ്റിക്കളഞ്ഞ് ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളെ, കൃപകളെ നമുക്ക് നൽകുന്ന ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ആ കണക്ഷനെ ഒന്നുകൂടെ റീഗെയിൻ ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയാണല്ലോ വിശുദ്ധ കുമ്പസാരം എന്നുള്ളത്. ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒക്കെ നമ്മൾ പാപത്തിൽ വീണു പോയിട്ടുണ്ട്. നമ്മുടെ സഹോദരനെ പൊട്ട എന്ന്, മണ്ടനാണവൻ, അവൻ ഒരു കഴിവുമില്ലാത്തവനാണ്, അവനെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകത്തിന് തുല്യമായ പാപമാണ് നിങ്ങൾ ചെയ്തത്. ഒരുവൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ വീണ് കിടക്കുന്നു അറിഞ്ഞിട്ടും അവനെ സഹായിക്കാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാപത്തിൽ വീണുപോയി. നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്, യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു മനുഷ്യൻ വീണ് കിടക്കുകയാണ്. അവൻ എന്തു പറ്റിയെന്ന് ചോദിക്കാതെ നമ്മളങ്ങ് വണ്ടി ഓടിച്ച് നമ്മുടെ തിരക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പാപത്തിൽ വീണുപോയി. നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ല എങ്കിൽ അവിടെ നമ്മൾ വീണു. പ്രായമായ നമ്മുടെ അപ്പനെയും അമ്മയും നമ്മൾ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ വീണുപോയി. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുവാനായിട്ട്, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുവാനായിട്ട്, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് നടത്തുവാനും സ്വീകരിക്കുവാനും സാധ്യമാകണം. ശരിക്കും കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയും, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ, നമ്മുടെ മുറികളിൽ നിന്ന് തന്നെ നമ്മളതിനു വേണ്ടി ഒരുങ്ങണം. നമ്മളൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മളൊന്ന് എഴുതണം നമ്മുടെ പാപങ്ങളെ ഓരോ പാപങ്ങളെയും എഴുതി വെക്കണം. അങ്ങനെ നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് കർത്താവിന് ബലിപീഠത്തിന് മുൻപാകെ നമ്മളത് ഏറ്റുപറയുവാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് അനേകം ജനങ്ങൾ ചെല്ലുമ്പോൾ കർത്താവ് പൂഴിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രമുണ്ട്. അവരുടെ പാപങ്ങളെ കർത്താവ് എഴുതി തുടച്ച് കളയുക എന്നുള്ള ഒരു ചിന്തയാണ് അത് പങ്കുവെക്കുന്നത്. ഞാൻ പറയും, നമ്മൾ ഈ പേന എടുത്ത് നമ്മുടെ ഓരോ പാപങ്ങളെയും എഴുതുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ബലിപീഠത്തിന് മുൻപാകെ, കർത്താവിൻ്റെ ത്രോണോസിന് മുൻപാകെ മുട്ടുകുത്തി ഈ പാപങ്ങളെ ഏറ്റു പറയുന്ന വഴിയായിട്ട് നമ്മുടെ എല്ലാ തെറ്റുകളും കർത്താവ് ക്ഷമിച്ച് മാപ്പിൽ നൽകി അനുഗ്രഹിക്കും നമ്മളെ. കാരണം കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു അനുതാപ ഹൃദയമാണ്. എബ്രായ ഭാഷയിൽ ഷൂബ് എന്ന് പറയുന്ന എന്നൊരു വാക്കുണ്ട്. ഏകദേശം 1054 തവണ അത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം റിപ്പന്റ് ആൻഡ് കം ബാക്ക് ടു ഗോഡ്, റിട്ടേൺ ടു ഗോഡ്. ദൈവത്തിലേക്ക് നീ തിരിയുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്ക് നീ തിരിയുക. ഈ ലോകത്തിൽ നീ വീണു പോകാതെ ദൈവസന്നിധിയിലേക്ക് നീ തിരിയുക എന്നുള്ള വലിയ ഒരു ചിന്ത. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുഴുവനായി നമ്മൾ കാണുന്നതും ഈ വീണ്ടെടുപ്പിന്റെ ഒരു ഉപമകളാണല്ലോ. തിരികെ വരുന്നതിനെ കാത്തിരിക്കുന്ന ഒരു അപ്പന്റെ ഉപമ അല്ലേ. ധൂർത്തപുത്രൻ അപ്പനിൽ നിന്ന് മാറ്റപ്പെട്ട്
ദൂരദേശത്തേക്ക് യാത്രയായി ലോകത്തിൽ വീണുപോയെങ്കിൽ അവൻ തിരികെ വരുമ്പോൾ അവൻ വാതിൽ പടിക്കൽ നിൽക്കുന്നതായ ഒരു അപ്പനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പോഴും ഓരോ ആരാധന കഴിഞ്ഞും ദേവാലയത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോയി ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കർത്താവ് ഒരു അപ്പനെ പോലെ പടിഞ്ഞാറെ വാതിൽക്കൽ വന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആരാധനയ്ക്ക് നമ്മൾ തിരികെ വരുന്നുണ്ടോ എന്ന് നോക്കി. തിരികെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ആശ്ലേഷിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി. ഓരോ ആരാധന കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മടങ്ങി വരവിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമ്മുടെ ദേവാലയത്തിൽ ഉണ്ട്. ആ ഒരു ബോധ്യം, ആ ഒരു ബന്ധം നമുക്ക് ഓരോരുത്തർക്കും എന്നാളും ആവശ്യമാണ്. ഈ മക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് ക്ലേശങ്ങളുടെ നടുവിൽ നിങ്ങൾ വീണു പോകുമ്പോൾ നിങ്ങൾ ദേവാലയത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുക. സ്വയം നീതീകരിക്കാതെ നമ്മുടെ കുറവുകളെ കർത്താവിന് മുൻപാകെ സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് കൃത്യമായൊരു മറുപടി നമുക്ക് നൽകും. മൂന്നാമതായിട്ട് ഈ മക്കൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം they came in great confidence എന്നുള്ളതാണ്. ഇവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരാശ്വാസം ലഭിക്കുമെന്നവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ അവരുടെ വേദനകൾക്ക് പൂർണ്ണമായ ഒരു പരിഹാരം കർത്താവോട് ഒരുക്കിയിട്ടുണ്ടെന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. ഗ്രേറ്റ് കോൺഫിഡൻസ്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് മനുഷ്യര് സാധാരണമായിട്ട് പ്രതികരിക്കുന്നത്. രണ്ട് രീതികളിലാണ് മനുഷ്യർ അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകൾക്കും എതിരെ പ്രതികരിക്കുന്നത്. ഒന്നാമത്തെ രീതി, അവരങ്ങ് റിബലാകും എന്നുള്ളതാണ്. ദൈവത്തിനെതിരെയും മനുഷ്യനെതിരെയും സഭയ്ക്കെതിരെയും ഈ സിസ്റ്റത്തിനെതിരെയൊക്കെ അങ്ങ് മാറിയിട്ട് നമ്മൾ പറയും, ഓ ഇതൊന്നും ഒരിക്കലും ശരിയാവത്തില്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്ന ഒരു രീതി, നമ്മൾ റിബലാകും. രണ്ടാമത്തെ ഒരു തലമുണ്ട്, നമുക്ക് ആശയറ്റുപോയിട്ട് നിരാശയിലേക്ക് വീണ്ടുപോകുന്ന ഒരു തലം. ഇനി ജീവിച്ചിട്ടും വലിയ കാര്യമില്ല, ഇനി ഒരു മാറ്റം ഇതിനൊന്നും സംഭവിക്കുന്നില്ല, എങ്ങനെയൊക്കെ എങ്കിലും അങ്ങ് പോകാം. രണ്ട് എക്സ്ട്രീമാണ്. ഒന്ന്, നമ്മൾ റിബലായിട്ട് മാറും, ഒന്നിനോടും എല്ലാത്തിനോടും എതിർപ്പുകളും. എന്നാൽ രണ്ടാമതായിട്ട് നമ്മൾ മാറുന്നത് ഒരു നിരാശയുടെ അനുഭവത്തിലേക്കാണ്. നിരാശപ്പെട്ട് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരവസരം. ദൈവനീതിയെ ഈ മക്കൾക്ക് ചോദ്യം ചെയ്യാമായിരുന്നു. മോശയോടും അഹറോനോടും ഇവർക്ക് പിറുപിറാക്കാമായിരുന്നു. ആ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ലഹള ഉണ്ടാക്കാമായിരുന്നു. ഞങ്ങൾക്കൊരു അനീതി നേരിട്ടു, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വരണമെന്നൊക്കെ പറഞ്ഞ് ഒരു ലഹള ഉണ്ടാക്കാമായിരുന്നു. മൂന്നാമതായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, മാനുഷികമായ ചില ചിന്തകളിൽ മറ്റൊരു ഗോത്രത്തിലുള്ള ഒരാളെ അങ്ങ് വിവാഹം കഴിച്ചാൽ മതിയല്ലോ, അവർക്ക് അവിടെ ഒരു അവകാശം ലഭിക്കും. ഇങ്ങനെ മാനുഷികമായ തലത്തിലൊക്കെ അവർക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഈ മക്കളൊക്കെ പറയുന്നത്, ദൈവമേ അവിടുത്തെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. നന്നേ ചെറുപ്പത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്നിട്ട് മാലാഖ പറയുവാണ്, നീ ഗർഭം ധരിച്ച ഒരു മകനെ
പ്രസവിക്കും. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. പെൺകുട്ടികളുടെയൊക്കെ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ വാർത്ത എല്ലാ മനുഷ്യനും സുവാർത്തയാണെങ്കിൽ അമ്മ മറിയത്തിന് അത് ഹൃദയത്തിലൊരു വാള് ആണെന്നാണ് പറയുന്നത്. പക്ഷേ മാതാവ് അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അമ്മ പറയും, എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ബോധ്യമില്ല. എങ്കിലും നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. കാൽവരിയുടെ കുരിശിൽ നമ്മുടെ കർത്താവും ഏറ്റുപറയുന്നതായ പ്രാർത്ഥന അമ്മ പറഞ്ഞു കൊടുത്ത അതേ പ്രാർത്ഥന തന്നെയാണല്ലോ. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. നമ്മളെല്ലാവരും ഉറക്കെ പാടുന്നതായ ഒരു പാട്ടാണ് എന്ത്? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോയി. അങ്ങനെ ഈണം വെച്ച് നമ്മൾ എത്രയോ പ്രാവശ്യം ഈ പാട്ട് പാടിയിട്ടുണ്ടല്ലേ. ജീവിതത്തിലേക്ക് ആ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഈ പാട്ട് ഉറക്കെ പാടുമോ? നമ്മുടെ വേദനകളുടെ നടുവിൽ കണ്ണുനീര് പൊടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന, ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ, ദൈവമേ എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ. എൻ്റെ പ്ലാനല്ല, എൻ്റെ പദ്ധതികളല്ല, എൻ്റെ ചിന്തയല്ല, എൻ്റെ പുതിയ ഐഡിയകളൊന്നുമല്ല, എല്ലാത്തിനെയും വാഴ്ത്തി പുലർത്തുന്നത്, അനുഗ്രഹമാക്കി തീർക്കുന്നത് കർത്താവേ അവിടുത്തെ ഹിതമാണ്. നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിലേക്ക് നിറവേറപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ മക്കളും അതുതന്നെയാണല്ലോ പറഞ്ഞത്. മാനുഷികമായ ചിന്തകൾക്കപ്പുറം, മോശയോടും അഹ്റോനോടും ഒക്കെ പിറുപിറുക്കുന്നതിനപ്പുറം, ദൈവനീതിയെ ചോദ്യം ചെയ്യുന്നതിനപ്പുറം അവർ ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ പുരോഹിതന്മാരോട് ഈ കാര്യം, അവരുടെ വേദന അവതരിപ്പിക്കുകയാണ്. ഇതിനൊരു മാറ്റം കർത്താവേ അവിടുത്തെ ഹിതമനുസരിച്ച് ഒരു മാറ്റം ഇതിന് വരുത്തണമേ എന്ന്. അങ്ങനെ 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ അപ്പൻ മകനില്ലായക കൊണ്ട് അവൻ്റെ പേര് കുടുംബത്തിൽ നിന്ന് എന്തിന് ഇല്ലാതെയാകണം? അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. ഒരു പുതിയ മാർഗവും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഞങ്ങളുടെ അപ്പന് മകനില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവകാശം നിഷേധിക്കരുത്. ഞങ്ങളുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണമെന്ന്. ഇത്ര മാന്യമായ ഒരു പ്രതികരണമാണ് ഈ മക്കൾ നമ്മുടെ മുമ്പാകെ കാഴ്ചവെക്കുന്നത്. നമ്മളുടെ പ്രതികരണങ്ങളും അപ്രകാരം ആയിരിക്കണം. ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും, ഏതൊരു കാര്യത്തെ നമ്മൾ ഇടപെടേണ്ടി വന്നാലും, അവിടെയൊക്കെ നമ്മുടെ പ്രതികരണങ്ങൾ വളരെ മാന്യമായിട്ടുള്ളതാകണമെന്ന് ഈ മക്കൾ പറഞ്ഞു വയ്ക്കുകയാണ്. അതിനുശേഷം 5-ാം വാക്യത്തിൽ മോശ അവരുടെ കാര്യം യഹോവയുടെ മുൻപാകെ വെച്ചു. ഒരു പക്ഷേ മോശ ഒരു മധ്യസ്ഥനായിട്ട് അവരെ മാറുകയാണ്. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ, അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ, അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുവൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മകൾക്ക് കൊടുക്കണം. നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ച ഒരു നിയമം, ആ നിയമം അതിനൊരു ഭേദഗതി വരുത്തുകയാണ്. പുരുഷ പ്രജയില്ലാത്ത ഒരു കുടുംബത്തിനും അവകാശം കൊടുക്കേണ്ട കണക്കുകളിൽ അവർ ഏർപ്പെടുകയില്ല, അവരുടെ ഉൾപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് ആ വാക്ക് തന്നെ മാറ്റി അതിനൊരു ഭേദഗതി കൊണ്ടുവരികയാണ്. പെൺകുട്ടികൾക്കും അവകാശം കൊടുക്കണം എന്നുള്ളത്.
ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞൊരു നിയമത്തെപ്പറ്റി നമുക്ക് അറിയാം. മേരി റോയി കേസിൽ വഴിയായിട്ട് അപ്പൻ്റെ മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്കെല്ലാം തുല്യ പങ്കാളിത്തം എന്നുള്ളതാണ്. ഞാൻ പറയും, കർത്താവ് ഇത് മുന്നമേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അപ്പൻ്റെ സ്വത്തിൽ ഈ മക്കൾക്കും പെൺമക്കൾക്കും അവകാശമുണ്ടെന്നുള്ളൊരു നിയമം മുന്നമേ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെയും, ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അവർ ദൈവത്തിലേക്ക് അടുത്തു വന്നപ്പോഴാണ് അവർക്ക് ചിന്തിക്കുന്നപ്പുറമായ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സാധ്യമായത്. അവർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നണഞ്ഞു, സർവവും അവൻ്റെ മുൻപാകെ സമർപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വമായിട്ട്, ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് അവരുടെ അവകാശം കൊടുത്തു. വേറെ ഒരു ചിന്ത ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത്, ഇവരേറെ ഇഷ്ടപ്പെട്ട ഒരു വാഗ്ദത്ത നാട് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ അവകാശം അവർ ഏറെ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. They eagerly waited for the promised land. വാഗ്ദത്ത നാടിന് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു സംഘം. 40 വർഷത്തെ അവരുടെ യാത്ര, ആ യാത്രയുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രോമിസ്ഡ് ലാൻഡിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു വശം കൂടെയുണ്ട്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരു യാത്രയിലാണെന്ന് പറഞ്ഞാൽ സഭ പഠിപ്പിക്കുന്നത് വി ആർ എ സൊജേണിങ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നമ്മളൊരു തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു മരുഭൂമി യാത്രയാണ് ഈ ലോക ജീവിതം. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്യസ്ഥാനം എന്താണ്? ഡെസ്റ്റിനേഷൻ എന്താണ്? നിത്യമായ ഒരു വാസസ്ഥലം എന്നുള്ളതാണ്. നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഒരു ചെറിയ ചോദ്യം, ഇന്ന് കർത്താവ് വിളിച്ചാൽ പോവാൻ തയ്യാറായിട്ടുള്ള എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? ഏറു പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്ര പേരുണ്ട് കർത്താവ് വിളിച്ച ഞാൻ തയ്യാറാണ്, കർത്താവേ ഞാൻ വരാൻ തയ്യാറാണ്? രസകരമായ കാര്യം, കർത്താവ് വിളിച്ചാൽ പോയേ മതിയാകുകയുള്ളൂ, പോയേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വിളിക്കുന്നതിന് മുമ്പേ പറയണം, കർത്താവ് ഞാൻ തയ്യാറാണ്, ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്ര മനുഷ്യർ, എത്ര ആളുകൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് എന്ന് ചിന്തിക്കണം. നമ്മൾ കാണുന്നുണ്ട് ഈ മരുഭൂമി യാത്രയിലൂടെ ഇവർ ഓരോരുത്തരും പ്രയാണം ചെയ്യുന്നതായ വേളയിൽ അവർ കൂടാരങ്ങളെ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ കൂടാരം അടിക്കുന്നു. അതിനുശേഷം യാത്ര തുടങ്ങുമ്പോൾ വീണ്ടും അടുത്തിടത്ത് കൂടാരം അടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കൂട്ടത്തിലുള്ള ഒരാളെങ്കിലും പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ കൂടാരത്തിൽ തന്നെ അങ്ങ് വസിച്ചു കൊള്ളാം, ഇനി ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, ഇനി ഞങ്ങൾക്ക് പ്രയാണം ചെയ്യാൻ വയ്യ എന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പല കൂടാരങ്ങളും നമുക്കും ഉണ്ടല്ലേ? പല കൂടാരങ്ങളും ഉണ്ട്, പല ഉത്തരവാദിത്തങ്ങളുണ്ട്, പല ആശകളുണ്ട് അല്ലേ? പല സ്വപ്നങ്ങളുണ്ട്. അതിനെയൊക്കെ പൂർത്തീകരിച്ചിട്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുമോ? അതിനപ്പുറമായിട്ട് പ്രഥമമായിട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ട ലക്ഷ്യസ്ഥാനം എന്നുള്ളത് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുന്നുണ്ട്, അവിശ്വാസം മൂലം അനേകർ അവിടെ വീണുപോയി. അവരുടെ അവിശ്വാസം മൂലം അവർ വീണുപോയി. അവരുടെ പ്രയാസത്തിൻ്റെ നാളുകളിൽ ഈ മക്കൾ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടാതെ അവരുടെ വാഗ്ദത്ത നാടിന് വേണ്ടി കഷ്ടപ്പെട്ടു. അവർ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നുള്ളത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ, കൂടാരമാകുന്ന ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. ഈ കൂടാരത്തിലല്ല, ഈ അഴിഞ്ഞു പോകുന്നതായ ഭവനത്തിലല്ല, അഴിഞ്ഞു പോകാത്ത കൈപ്പണിയല്ലാത്ത ഒരു നിത്യമായ ജീവിതം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു.
അതിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര എത്ര പുണ്യമായി തീരും എന്നുള്ളതാണ്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ മന്ത്രവാദികൾ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയൊന്നും അത് സാധ്യമാകുന്നില്ല. പല രീതികളിലൊക്കെ അദ്ദേഹത്തെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവിടെയൊന്നും അത് വിജയിക്കുന്നില്ല. അവസാനം സഹദാ തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകാമെന്ന് തീരുമാനിക്കുമ്പോഴാണ് അവർക്ക് അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് സാധ്യമാകുന്നത്. ആ മനസ്സാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു മനസ്സ്. ആ മനസ്സിലേക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അപ്പൂപ്പൻ താടിയെ പോലെ ഈ ലോകത്തിൽ പറന്ന് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലേശങ്ങളൊന്നുമില്ലാതെ, വേദനകളൊന്നുമില്ലാതെ ഒരു അപ്പൂപ്പൻ താടി കണക്ക് പറന്ന് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അനുതപിക്കണം, പാപമോചനം പ്രാപിക്കണം, അനുരഞ്ജനപ്പെടണം. ആരോടെങ്കിലുമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും ആകണമെന്നൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇപ്പൊ ശിഷ്യന്മാരിൽ അവർ പെട്ടെന്നൊരു മറുപടി കൊടുക്കുകയാണ്: എന്ന് മരിക്കും. അപ്പോൾ ആ ഗുരു അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്: നീ നാളെ മരിക്കും എന്ന തലത്തിൽ നീ ജീവിക്കുക. നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് തയ്യാറെടുത്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തയ്യാറെടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ക്ലേശിപ്പിച്ചവരുണ്ടാവാം, നമ്മുടെ കുറ്റം പറഞ്ഞവരുണ്ടാവാം, നമ്മളെ അടിച്ചമർത്തിയവരുണ്ടാവാം, നമ്മളെ പൊട്ടനെന്നും മണ്ടനെന്നും ഒക്കെ എണ്ണിയവരുണ്ടാവാം. അവരോടൊക്കെ ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നിന്നും നാളെ ഞാൻ വേർപെടുമെന്നുള്ള ബോധ്യം, ആ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയ പലകകളിൽ ഉറപ്പായും എഴുതി വയ്ക്കണം. നാളെ ഞാൻ ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടേക്കാം, പക്ഷെ എന്നിൽ ഒരു കളങ്കവുമില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധ്യമാകണം. ഈ മക്കൾ ആശ്രയിക്കുന്നത് നിത്യമായ ഒരു വാസസ്ഥലമാണ്. വാഗ്ദത്ത നാടെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അവര് യാത്ര ചെയ്തു. അവസാനമായിട്ട് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാനുള്ളത് 36-ാം അധ്യായം, സംഖ്യാപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 36-ാം അധ്യായം 5, 6, 10 വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ദൈവം ഇവർക്കൊരു കൽപ്പന കൊടുക്കുകയാണ്. ദൈവം കൊടുക്കുന്ന കൽപ്പന ഇതാണ്: നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഗോത്രത്തിൽ നിന്നുള്ള കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്. കർത്താവ് ഒരു കൽപ്പന അവർക്ക് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ പൂർണ്ണമായി അനുസരിച്ചു എന്നുള്ളതാണ്. They fully obey the decree of God. ദൈവത്തിൻ്റെ അനുശാസനകളെ അത് കൃത്യമായിട്ട് ജീവിതത്തിൽ നടത്തി. ആ 10-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 36-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ സെലോഫഹാദിൻ്റെ പുത്രിമാർ ചെയ്തു. സെലോഫഹാദിൻ്റെ പുത്രിമാർ, പിന്നെ അവരുടെ പേരാണ് പറയുന്നത്. അവരുടെ ജീവിത വിശുദ്ധി അവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. യൗവനത്തിൻ്റെ കാലഘട്ടമാവാം, ഏതൊരു കാലഘട്ടമായാലും വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പാടുള്ളതല്ല. വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം നമുക്ക് നന്മയിലേക്ക് നമ്മളെ നയിക്കത്തില്ല എന്നുള്ളതാണ്. അവിടെ അത് വായിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് യോസഫിൻ്റെ ഒരു ലെഗസി അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർ യോസഫിൻ്റെ മകനായ മനേഷയുടെ കൊച്ചു മക്കളാണല്ലോ ഈ സെലോഫഹാദിൻ്റെ 5 പുത്രിമാർ പറയുന്ന അവരവരുടെ വിശുദ്ധി അവരുടെ അപ്പൂപ്പനെ പോലെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുവാനായി സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ വശീകരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ അവളോടൊപ്പമായിരിക്കാമായിരുന്നു, സന്തോഷത്തിൽ ഏർപ്പെടാമായിരുന്നു. പക്ഷെ ദൈവവുമായിട്ടുള്ള തൻ്റെ കൽപ്പനകളെ നശിപ്പിച്ച് കളയാതെ വണ്ണം
യോസഫ് ചെയ്യുന്നത് എന്താണ്? അവൻ്റെ വസ്ത്രം മൂരി അവൻ ആ വീഥികളിലൂടെ ഓടിപ്പോയതായിട്ട് കാണുകയാണ്. ഒരുപക്ഷെ അവൻ കരഞ്ഞുകൊണ്ടായിരിക്കും അവിടെ കൂടെ ഓടിപ്പോയത്. അവൻ വേദനകളിൽ ഏർപ്പെട്ട് അവസാനം ചെയ്യാത്ത കുറ്റത്തിന് തുറുങ്കിലടക്കപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ, പിന്നീട് മുൻപോട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുവാനായി സാധിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രഥമമായ സ്ഥാനത്തിലേക്ക് ഈ യോസഫ് ഉയർത്തപ്പെടുകയാണ്. അവൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ വീതിയിൽ, വസ്ത്രമില്ലാതെ അവൻ ഓടിപ്പോയ വീതിയിൽ രാജാവിനെ പോലെ രാജകീയ വസ്ത്രമണിഞ്ഞുകൊണ്ട് യോസഫ് തിരിച്ചു വരികയാണ്. ഒരു കാര്യമേ ഉള്ളൂ, അവൻ്റെ വിശുദ്ധി അവൻ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഓരോ സഹോദരന്മാരുടെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഇന്നവർ മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ നാളെ അവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. പരിശുദ്ധനായ ഗീവറി സഹദായെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഇതൊരു പെരുന്നാളിൻ്റെ കാലഘട്ടമാണ്. എത്രയോ ഇടങ്ങളിൽ ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥത കൊണ്ടാടുന്ന മനുഷ്യരുണ്ട്. ആ വിശുദ്ധിയുടെ ജീവിതത്തെ കാണുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. വിശുദ്ധമായൊരു ജീവിതം നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ മക്കളും അവർക്കും മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കാണും. പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവസാന്നിധ്യ ബോധത്തോടു കൂടി അവരവരുടെ ജീവിതത്തെ ക്രമീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണല്ലോ നമ്മൾ പങ്കുവെച്ചത്. സെലോഫഹാദിൻ്റെ ഈ 5 പുത്രിമാരുടെ ജീവിതത്തിലേക്ക് അവർ നിശ്ചയിക്കാത്തൊരു നേരത്ത്, അവർ നനച്ചിരിക്കാത്തൊരു സമയത്ത് ഒരു അനീതിയുടെ ഒരു അനുഭവം അവർക്ക് വന്നു പറ്റുകയാണ്. അവർ കൂടെ നിൽക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഏറ്റുപറയുവാനോ പ്രതികരിക്കുവാനോ ഒന്നും ഒരു പുരുഷ പ്രജ പോലും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അനാഥത്വം പേറിയ ആ 5 മക്കൾ അവരുടെ ജീവിതത്തിൽ അവർ മൗനം പാലിച്ചില്ല. അവർ നിരാശയിൽ വീണ്ടുപോയില്ല. അവർ റിബലായില്ല. അവരാദ്യം ചെയ്തത് അവർ വീട് വിട്ട് ഇറങ്ങി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, സമാഗമന കൂടാരത്തിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവിടെ വന്ന് അവരുടെ അവകാശങ്ങളെ എല്ലാം അങ്ങനെ തുറന്നു പറയുകയല്ല. ആദ്യമായി അവർ ചെയ്തത് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട് അവർ ശ്രദ്ധിച്ചു. They confessed their sins. അവരുടെ പാപങ്ങളെ അവർ ഏറ്റുപറഞ്ഞു. അങ്ങനെ ഏറ്റുപറഞ്ഞ് വളരെ മാന്യമായ അവരുടെ പ്രതികരണത്തിലൂടെ മോശ മുഖാന്തരം ദൈവസന്നിധിയിലേക്ക് അവർ അപേക്ഷകൾ സമർപ്പിച്ചു. യഹോവയാം ദൈവം അവർക്ക് മറുപടി നൽകി. ഒരു പുതിയ നിയമം അവിടെ എഴുതി. പെൺമക്കൾക്കും അവിടെ അവകാശം കൊടുക്കണം. അവരാഗ്രഹിച്ചിരുന്നത്, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച കൂടാരങ്ങളോ അവർക്ക് ലഭിച്ച നന്മകളോ ഒന്നുമല്ല. അതിനപ്പുറമായി അവരാഗ്രഹിച്ചത് ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും പ്രതീക്ഷയും ഒക്കെ നിത്യജീവന്റെ അവകാശികളായി നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ളത്. അവസാനമായിട്ട് ആ കുഞ്ഞുങ്ങൾ അവരുടെ അടുത്ത് കർത്താവ് നൽകുന്ന ഒരു കൽപ്പന, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന്. ആ മക്കൾ ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതിൽ, അത് പരിപാലിക്കുന്നതിൽ അവരോരോരുത്തരും ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ ഓരോരുത്തരും ശ്രദ്ധ ചൊലുത്തി അവർ വീണുപോകാതെ ആ വിശുദ്ധിയിൽ ജീവിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെയും, ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ, ആയിരിക്കുമ്പോൾ, മധ്യസ്ഥതയിൽ അണയുമ്പോൾ, നമ്മളിവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്.
നിങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പ്രദക്ഷിണത്തിലൊക്കെ നമ്മൾ പോകും, മറ്റാഘോഷങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും, ഇതൊക്കെ വേണം. പക്ഷെ അതിൻ്റെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത, പരിശുദ്ധ സഹദായി അങ്ങേ പോലെ വിശുദ്ധ ജീവിതം നയിക്കുവാനായി നമുക്ക് സാധിക്കണേ. പരിശുദ്ധ സഹദായി അങ്ങേ പോലെ കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെല്ലാവരെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.